ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഏറ്റവും പുതുതായിട്ട് 2024 ഇപ്പോൾ അടുത്ത് റിലീസായിട്ടുള്ള ഒരു അടിപൊളി മിസ്റ്ററി ത്രില്ലർ ഡിറ്റക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻ തെലുങ്ക് മൂവിയാണ്. കഥയുടെ പേര് അന്വേഷി. ഈ കഥയുടെ ചുരുക്കം എന്താന്ന് വെച്ചാല് ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തില് വൈകുന്നേരം ഒരു 6 മണിയോട് അടുത്തു കഴിഞ്ഞാല് പിന്നെ നേർവഴിയിലൂടെ ആ ഗ്രാമത്തിലേക്ക് ആരും പോകാറില്ല. ഒരു 10-12 കിലോമീറ്റർ ചുറ്റി വളഞ്ഞിട്ടേ പോകാറുള്ളൂ. അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് നേർവഴിയിലൂടെ വരുമ്പോൾ അവിടെ ഒരു അബാൻഡഡ് ആയിട്ടുള്ള ഒഴിവാക്കിയ രീതിയിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. ആ ഹോസ്പിറ്റലിൽ ഒരു പ്രേതം ഉണ്ടെന്നും ആ ഒരു ഏരിയയിലൂടെ ആരൊക്കെ പോയാലും അവരെ ആ ഒരു പ്രേതാണ് കൊലപ്പെടുത്തുന്നതെന്ന് ആ ഒരു ഗ്രാമത്തിലുള്ള എല്ലാ ആളുകളും വല്ലാതെ ഭയക്കുന്നുണ്ട്. എന്നാൽ ജനങ്ങൾ ആരുടെ സഹായം ചോദിക്കുക? പോലീസിനോടല്ലേ. ആ ഒരു പോലീസ് പോലും ആ ഒരു പ്രേതത്തെ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ഒരു ബെസ്റ്റ് ഡിറ്റക്റ്റീവായിട്ട് മാറാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ഹീറോ ആ ഗ്രാമത്തെക്കുറിച്ച് അറിയാണ്. ആ ഒരു മിസ്റ്ററിയുടെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് തേടി ഇറങ്ങാണ്. പിന്നീട് അങ്ങോട്ട് നമ്മളെ കാത്തിരിക്കുന്നത് വേറെ ലെവല് ട്വിസ്റ്റുകളാണ്. അപ്പോൾ ആ ഒരു ഗ്രാമത്തിലെ രഹസ്യം എന്താണ്, അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, നമുക്ക് കഥ കണ്ടു മനസ്സിലാക്കിയാലോ? അതിനു മുൻപ് എന്റെ എല്ലാ ചങ്കുകളും എനിക്കൊരു മോട്ടിവേഷൻ ആയിട്ട് ഈ ഒരു വീഡിയോയ്ക്ക് ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യില്ലേ? നോക്കട്ടെ ആരൊക്കെയാ ലൈക്ക് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇതുപോലുള്ള കഥകൾ കാണാൻ തോന്നുകയാണെങ്കിൽ മാത്രം നമ്മുടെ ട്വിസ്റ്റ് മലയാളം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കും ആ ഗ്രാമത്തിലേക്ക് പോയാലോ? കഥയുടെ ആരംഭത്തിൽ നമ്മൾ കാണുന്നത് ഒരു അച്ഛനും മകനും കൂടി ടൗണിലേക്ക് ഇറങ്ങിയതാണ്. അങ്ങനെ അവരുടെ സുന്ദരമായിട്ടുള്ള ആ ഒരു ഗ്രാമത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വല്ലാതെ വൈകുന്നേരം ആവാനായിട്ടുണ്ട്. അപ്പോൾ അച്ഛനൊരു വഴി കണ്ടപ്പോൾ മോനോട് പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും ഭാഗ്യമുണ്ട്, ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു വഴിയിലൂടെ ഗ്രാമത്തിലേക്ക് പോകാനേ പറ്റില്ല. കാരണം ആ വഴി കുറച്ച് ദൂരെ പോയാൽ അവിടെ അടച്ചിട്ട രീതിയിലൊരു ഹോസ്പിറ്റൽ ഉണ്ട്. അതിന്റെ ഉള്ളിലൊരു യക്ഷിയുണ്ടെന്നും ആ ഭാഗത്തേക്ക് പോകുന്ന എല്ലാ ആളുകളെയും അവള് കൊലപ്പെടുത്തുന്നുണ്ടെന്ന് നമ്മുടെ നാട്ടിലാകെ ഒരു സംസാരമുണ്ട്. അങ്ങനെ അന്ന് രാത്രിയായപ്പോ ആ ഒരു ഗ്രാമത്തിലൂടെ ഒരു പയ്യൻ കാർ ഓടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ കൂട്ടുകാരൻ വിളിച്ചു ചോദിക്കുന്നുണ്ട്, അല്ല നിന്നെ കാണാൻ വീട്ടിൽ വന്നപ്പോ നീ വീട്ടിലില്ല, നീ ഇതിപ്പോ എങ്ങോട്ടാ പോകുന്നേ? എടാ അതൊന്നും പറയണ്ട, എന്റെ ലവറിലെ മായ, അവളുമായിട്ട് കഴിഞ്ഞ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി അവസാനം അവള് ഫോണ് കട്ട് ചെയ്തതാ. പിന്നെ എത്ര വിളിച്ചിട്ടും ഫോൺ പിക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഡയറക്റ്റ് പോയിട്ട് ഒന്ന് സർപ്രൈസ് ചെയ്തളയാം, അതിന് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ നാളെ നാട്ടിലെത്തിയാൽ വിളിക്കാം. എന്നാ ആയിക്കോട്ടെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ പെട്ടെന്നാണ് അവൻ ഡ്രൈവ് ചെയ്ത കാറിന് മുൻപിൽ ഒരു സ്ത്രീയുടെ രൂപം കാണുന്നേ. ആ ഒരു സ്ത്രീയെ ഇടിക്കാതിരിക്കാനായിട്ട് വണ്ടി വെട്ടിക്കേണ്ടി വരികയാണ്. അങ്ങനെ ആക്സിഡന്റിൽ പെടുന്നുണ്ട്. അല്ല ഇനിയിപ്പോ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ? അവൻ ആ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ഒരു ഫോറസ്റ്റ് മുഴുവനായിട്ട് അങ്ങനെ ഒരു സ്ത്രീയെ നോക്കി നോക്കുമ്പോൾ അവിടെ ആരെയും കാണാനില്ല. അല്ല ഇപ്പോ ഞാൻ കണ്ടതല്ലേ? അപ്പോഴാണ് ആ കാട്ടിന്റെ പല ഭാഗത്തു നിന്ന് ഒരു സ്ത്രീയുടെ അലർച്ച കേൾക്കുന്നത്. പെട്ടെന്നാണ് ആ ഒരു രൂപം അവന്റെ നേരേക്ക് ചാടി വീഴുന്നത്. അതായത് കഥയുടെ ആരംഭത്തിൽ ആ ഒരു അച്ഛൻ മകനോട് പറഞ്ഞ പോലെ ചിലപ്പോ ആ ഒരു പെൺകുട്ടിയുടെ ആത്മാവായിരിക്കാം അവനെ കൊലപ്പെടുത്തിയ. അല്ല ശരിക്കത് ആത്മാവായിരിക്കോ? അതെന്താന്ന് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കി കളയാം. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഹൈദരാബാദിലെ ഒരു വീടാണ്. അവിടെ ഒരു അമ്മ കരഞ്ഞുകൊണ്ട് തന്റെ മകള് ഒളിച്ചോടി പോയ കാര്യം ഫാമിലിയിൽ വിളിച്ച് പറയുന്നുണ്ട്. ഈ ഒരു വീട് ഏതാന്ന് വെച്ചാല് നമ്മുടെ ഈ കഥയിലെ ഹീറോ ആയിട്ടുള്ള ഡിറ്റക്റ്റീവ് വിക്രമിന്റെ ഫ്രണ്ട് ബാബുലുവിന്റെ വീടാണ്. അവന്റെ അനിയത്തി തന്നെയാണ് ഒളിച്ചോടി പോയിട്ടുള്ളത്. അവൾ എവിടെയായിരിക്കും പോയിട്ടുണ്ടാവാന്ന് ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ ഹീറോ ഇല്ലേ, അവളുടെ റൂമിലെ ഓരോ ഐറ്റംസ് എടുത്തിട്ട് എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോഴാണ് ഷെൽഫിൽ വെച്ചിട്ടുള്ള ബുക്കുകളിൽ ഒരു ബുക്ക് ഹീറോയ്ക്ക് സംശയം തോന്നുന്നത്. അത് തുറന്നു നോക്കുമ്പോൾ ഹീറോ പ്രതീക്ഷ പോലെ തന്നെ ആ ബുക്കിന്റെ ഉള്ളിൽ അവളൊരു ഫോൺ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ ഒരു ഫോൺ പുറത്തെടുത്ത് അതിലെ ടെമ്പേർഡ് ഗ്ലാസ് റിമൂവ് ചെയ്തിട്ട് ആ ഫോണിന്റെ പാറ്റേൺ ലോക്കില്ലേ അത് ഹീറോ കണ്ടെത്തിയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അവളുടെ ചില ചാറ്റ് കണ്ടിട്ടുണ്ട്. അങ്ങനെ അവള് പോയിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ബസ് സ്റ്റോപ്പിലേക്ക് നമ്മുടെ ഹീറോ പോവാണ്. അപ്പോഴാണ് ബസ്സിൽ തന്റെ ഫ്രണ്ട് ബബ്ലുവിന്റെ അനിയത്തിയെ പോലെ തന്നെ ഒരു പെൺകുട്ടി മുഖം മറച്ചിട്ട് കാണുന്നത്. അത് അവള് തന്നെയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ആ മുഖത്തുള്ള തുണി ഒന്ന് മാറ്റാൻ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അത് ഫ്രണ്ടിന്റെ അനിയത്തി ആയിരുന്നില്ല. എന്നാൽ അവളെ കണ്ട മാത്രയില്ലേ നമ്മുടെ ഹീറോയ്ക്ക് അവളോട് ക്രഷ് അടിക്കുകയാണ്. ഇവളെ തന്നെയാണ് നമ്മുടെ ഈ കഥയിലെ നായിക. ഇവളുടെ പേര് അനു. അപ്പോ ഹീറോയുടെ ഫ്രണ്ട് ബബുല് പറയുന്നുണ്ട്, എടാ അനിയത്തി അവൾ എവിടെയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അവിടെ സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് കഥയുടെ ആരംഭത്തില് രാത്രി ട്രാവൽ ചെയ്ത ഒരാളെ കുറച്ചു മുൻപ് ഒരു പ്രേതം കൊലപ്പെടുത്തിയിരുന്നില്ലേ. അപ്പോൾ അവന്റെ ബോഡി ചെക്ക് ചെയ്ത ഡോക്ടറോട് ഡീറ്റെയിൽസ് അന്വേഷിക്കാനായിട്ട് ഒരു പോലീസ് ഇൻസ്പെക്ടർ വന്നിരിക്കുകയാണ്. ഡോക്ടർ പറയുന്നതെന്ന് വെച്ചാല് കൊല്ലപ്പെട്ട വ്യക്തിയുടെ മരണകാരണം അവനേറ്റ ക്രൂരമായിട്ടുള്ള ക്ഷതങ്ങളാണ്. അവന്റെ ശരീരത്തിലെ ഏകദേശം എല്ലാ എല്ലുകളും തകർന്നു പോയിട്ടുണ്ട്. എന്റെ ലൈഫിൽ ഇത്ര ക്രൂരമായിട്ടുള്ള ഒരു പോസ്റ്റ്മോർട്ടം ഞാൻ ഇതുവരെ ചെയ്തിട്ടേ ഇല്ല. അങ്ങനെ ഇൻസ്പെക്ടർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വാങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ചോദിക്കുന്നുണ്ട്, അല്ല സാറേ കൊല്ലപ്പെട്ട ആളുടെ മരണക്കാരൻ മനസ്സിലായോ? അവൻ കൊല്ലപ്പെട്ട ആ ഒരു ഏരിയയില് ഒരു ഹോസ്പിറ്റലില്ലേ, ആ ഹോസ്പിറ്റല് എങ്ങനെയാ നശിച്ച്? കുറച്ചു നാള് മുൻപ് തീ പിടിച്ചിട്ടല്ലേ അതിലൊരു പെൺകുട്ടി മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ ഗ്രാമത്തില് ഇങ്ങനെ മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും നിങ്ങള് പോലീസ് എന്താ ഈ ഒരു
കേസ് സീരിയസ് ആയിട്ട് എടുക്കാത്ത. എന്നാൽ ഇൻസ്പെക്ടർ പറയുന്നത് തനിക്ക് എന്താ ചെയ്യാൻ പറ്റാ, താൻ ചെയ്ത് കാണിക്കേ. അതായത് ഇൻസ്പെക്ടർ വിശ്വസിക്കുന്നത് ആ ഒരു ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു പ്രേതം ഉണ്ടെന്നും ആ പ്രേതം തന്നെയാണ് ആ നാട്ടിൽ നടക്കുന്ന കൊലപാതകത്തിന്റെയൊക്കെ പിന്നിലൊന്നുമാണ്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് പെദ്ദ എന്ന ഒരാളെയാണ്. ഇങ്ങനെ എന്താ ചെയ്യുന്നത് വെച്ചാല് ആ ഒരു നാട്ടിലെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ റൺ ചെയ്യാണ്. ഇങ്ങനെയുടെ ലൈഫിന്റെ ലക്ഷ്യം തന്നെ അറിയപ്പെടുന്ന ഒരു പാർട്ടി പ്രവർത്തകനാവണമെന്നാണ്. അതിനു വേണ്ടിയിട്ട് കുറെ നാളായിട്ട് നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ പെദ്ദയും പെദ്ദയുടെ അസിസ്റ്റന്റ് ദാസും കൂടി ആ ഒരു ഹോസ്പിറ്റലിലേക്ക് കയറുമ്പോൾ ഒരു അമ്മ വന്ന് തന്റെ മകന് പഠിക്കാനുള്ള പൈസ ഇല്ലാത്ത കാര്യം പറയാണ്. അപ്പോൾ അങ്ങേര് ആ ഒരു അമ്മയ്ക്ക് ഒരു 50,000 രൂപ കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് കുറച്ചു നേരത്തെ നമ്മൾ കണ്ട ആ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ഇല്ലേ അരുണ്, അങ്ങേര് വന്ന് പറയുന്നത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാന് കുറെ പൈസ കൊടുക്കുന്ന പോലെ ആക്ട് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ 100 കൊടുത്തിട്ട് 10,000 അടിച്ചു മാറ്റുന്ന കാര്യം ഇവിടെ ആർക്കും അറിയില്ല എന്ന് വിചാരം. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് ചിലപ്പോൾ ഒരു മുഖം ഉണ്ടാവും, ചിലപ്പോൾ 2 മുഖം ഉണ്ടാവും. അത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് റിവീൽ ചെയ്യും. നിനക്ക് എന്താ ചെയ്യാൻ പറ്റുക അത് ചെയ്യേ. വെറുതെ എൻ്റെ വഴിക്ക് ക്രോസ് ഇടാൻ വരണ്ട, അത് നിനക്ക് നല്ലതല്ല. എന്നിട്ട് പെദ്ദ തന്റെ അസിസ്റ്റന്റ് ദാസിനെ വിളിച്ച് പറയുന്നുണ്ട്, ഇപ്രാവശ്യമെങ്കിലും എനിക്ക് ആ MLA സ്ഥാനം അത് കിട്ടിയേ മതിയാവും. അത് ഇപ്രാവശ്യം ഉറപ്പായും കിട്ടാൻ ചാൻസ് ഇല്ലേ, നമ്മൾ പേടിച്ച പോലെ എതിരാളികൾ ആരുമില്ലല്ലോ. അപ്പോൾ പെദ്ദ പറയുന്നുണ്ട്, ആരും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എപ്പോൾ വേണമെങ്കിലും എതിർ പാർട്ടിക്ക് ആരെയും മുമ്പോട്ട് കൊണ്ടുവരാം. ഇപ്രാവശ്യം ഈ ഒരു സ്ഥാനം എന്റെ കയ്യിൽ നിന്ന് പോകാൻ പാടില്ല. അതിന് പൈസ ഇറക്കിയേ മതിയാവും. ആ പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാ ഇതുപോലെ ഹോസ്പിറ്റലിലൊക്കെ ഞാൻ കൊണ്ടു നടക്കുന്നത്. ഡോക്ടേഴ്സിനോട് പറഞ്ഞേക്ക് ഹോസ്പിറ്റലിലേക്ക് വരുന്ന രോഗികൾക്ക് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കുറച്ചധികം ടെസ്റ്റുകൾ എഴുതി കൊടുക്കാനോ മരുന്നിന് നമ്മുടെ ഫാർമസിയിലേക്ക് തന്നെ അവരെ പറഞ്ഞയക്കാനോ സംശയം തോന്നാതിരിക്കാനേ അതിൻ്റെ ഇടയിൽ 1-2 ആളുകൾക്ക് കുറഞ്ഞ പൈസക്ക് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ചികിത്സ ചെയ്തു കൊടുത്തേ. അങ്ങനെ ഇപ്പോൾ ആ പൈസ ഉണ്ടാക്കാൻ പറ്റും. അതായത് ഈ പെദ്ദയുടെ സംസാരം കേൾക്കുമ്പോൾ കുറച്ചു നേരത്തെ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയ അരുണ് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അതായത് ഈ ഒരു ഹോസ്പിറ്റൽ ഉപയോഗിച്ചിട്ട് പൈസ നല്ല പിഴിഞ്ഞ് ആ പൈസ മുഴുവൻ പൊളിറ്റിക്സിലെ MLA പദവിക്ക് വേണ്ടിയിട്ടാണ് അങ്ങേര് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത സീനിൽ നമ്മുടെ ഹീറോയും ഫ്രണ്ട് ബബിളും കൂടി ബാങ്കിലേക്ക് വന്നതാണ്. അപ്പോഴാണ് പ്രതീക്ഷിക്കാതെ നമ്മുടെ ഹീറോയിൻ അനുവിന് ഹീറോ കാണുന്നത്. നേരെ പോയിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്, അല്ല എന്നെ ഓർമ്മയുണ്ടോ, എന്റെ ഫ്രണ്ടിനെ അനിയത്തി കാണാതായപ്പോ ബസ്സിൽ തേടി വന്നതും 2 ദിവസം മുമ്പ് മീറ്റ് ചെയ്തതും? അവള് പറയുന്നുണ്ട്, ആ ഓർമ്മയുണ്ട്. അല്ല എന്താ ബാങ്കില് അതൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനാ? അതിന് ഓൾറെഡി ബാങ്കില് അക്കൗണ്ട് ഉള്ള ഒരാൾ വേണമെന്നാ പറയുന്നത്. അപ്പൊ ഹീറോ അതിനെന്താ? അങ്ങനെ അവളുടെ ആ ഒരു ഫോം വാങ്ങിയിട്ട് നമ്മുടെ ഹീറോ അതില് സാക്ഷി സ്ഥാനത്ത് സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവളോട് ചോദിക്കുകയാണ്, നമുക്കൊരു കോഫി കുടിച്ചാലോ? എന്നാൽ അവളതിന് സമ്മതിക്കുന്നില്ല. അപ്പോഴാണ് ബബൽ വന്ന് പറയുന്നത്, ഇവളെ കണ്ടിട്ട് ഏതൊരു സ്കാമർ പോലില്ലേ. അപ്പോൾ അവള് പറയുന്നുണ്ട്, ഒരു കോഫി അല്ലേ കുടിച്ചേക്കാം, അതിനിപ്പോ എന്തൊക്കെ കേൾക്കണമെന്തോ. അങ്ങനെ ഹീറോയും അനു കോഫി കുടിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് തന്നെ നമ്മുടെ ഹീറോ അവളോടുള്ള ഇഷ്ടം പറയാണ്. അപ്പോൾ അനു ചോദിക്കുന്നുണ്ട്, അല്ല എന്നെ 1-2 പ്രാവശ്യം കണ്ടപ്പോഴത്തേക്കും എന്നോട് എങ്ങനെ ഇപ്പോ നിങ്ങൾക്ക് പ്രണയം തോന്നിയേ? അപ്പോൾ ഹീറോ അവളുടെ എല്ലാ ഹിസ്റ്ററിയും പറയുന്നുണ്ട്. നിന്റെ പേര് അനു എന്നാണ്, നീ ഇപ്പോൾ ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നിന്റെ അച്ഛനൊരു ഗവൺമെന്റ് എംപ്ലോയി ആണ്, അതുപോലെ നിനക്ക് ഏറ്റവും ഇഷ്ടം മ്യൂസിക് കേൾക്കലാണ്, ഇഷ്ടപ്പെട്ട സിംഗർ ബാലസുബ്രഹ്മണ്യാണ്. അപ്പോൾ അവള് പറയുന്നുണ്ട്, താൻ ആള് കൊള്ളാലോ, എന്തായാലും കോഫിക്ക് ടാങ്ക്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവള് പോകാൻ ഒരുങ്ങുമ്പോൾ ഹീറോ മറുപടി ഒന്നും കിട്ടിയില്ല. നാളെ ഇതേ സമയത്ത് ഇതേ സ്ഥലത്ത് വെച്ച് നമുക്ക് മീറ്റ് ചെയ്യാം, അപ്പൊ പറഞ്ഞ പോരെ. അങ്ങനെ അവൾ അവിടെ നിന്ന് പോവാണ്. അടുത്ത സീനില് സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള അരുണില്ലേ അങ്ങേര് ഒരു ഡിറ്റക്റ്റീവ് ഓഫീസിലേക്ക് വരികയാണ്. അതായത് ഫേമസ് ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള പ്രകാശിനെ കാണാനാണ്. അങ്ങേരോട് അരുൺ പറയുന്നുണ്ട്, ഞാന് ഗോദാവരി എന്ന ഗ്രാമത്തിൽ നിന്ന് വരികയാണ്. എന്റെ ഗ്രാമത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. കുറച്ച് നാൾ മുൻപ് ആ ഒരു ഹോസ്പിറ്റലിന് തീപിടുത്തുണ്ടായിട്ട് അതിൽ ഒരു പെൺകുട്ടി മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ആ ഒരു ഹോസ്പിറ്റൽ അത് അബാൻഡൺ ആയിട്ട് ഒഴിവാക്കിയിട്ടേക്കാണ്. എന്നാൽ ആ പെൺകുട്ടിയുടെ മരണം നടന്ന ശേഷം രാത്രി സമയത്ത് നമ്മുടെ ഗ്രാമത്തിലേക്ക് ആർക്കും തന്നെ വരാൻ പറ്റുന്നില്ല. ആ ഒരു അപകടം അറിയാതെ വന്ന പല ആളുകളും കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പകൽ സമയത്ത് 3 കിലോമീറ്റർ മാത്രം ട്രാവൽ ചെയ്താൽ നമ്മുടെ ഗ്രാമത്തിലെത്താൻ പറ്റും. എന്നാൽ രാത്രി സമയത്ത് ആ വഴി സേഫ് അല്ലാത്തതുകൊണ്ട് 12 കിലോമീറ്ററിൽ കൂടുതൽ ട്രാവൽ ചെയ്തിട്ടാണ് പലരും ഗ്രാമത്തിലേക്ക് വരുന്നത്. എന്നാൽ ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളും വിശ്വസിക്കുന്നത് ആ ഒരു ഹോസ്പിറ്റലിലെ ആ പെൺകുട്ടിയുടെ പ്രേതം ഉണ്ടെന്നും അവിടെ നടക്കുന്ന മരണത്തിനൊക്കെ പിന്നിലെ അവളുടെ ആത്മാവാണെന്നാണ്. എന്നാൽ എനിക്കതിൽ വിശ്വാസമില്ല. അതിന്റെ പിന്നിൽ എന്തോ രഹസ്യമുണ്ട്. അത് നിങ്ങൾ വേണം കണ്ടെത്താൻ. അങ്ങനെ ആ ഗ്രാമത്തിൽ നടന്ന സംഭവങ്ങളുടെ ഡീറ്റെയിൽസ് അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ ഡിറ്റക്റ്റീവ് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഗ്രാമത്തിലെ ജനങ്ങളോട് നിങ്ങൾക്ക് എന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ? സാറേ, നമ്മുടെ ഗ്രാമത്തിലെ ജനങ്ങള് അവര് വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളാ. അവരോട് ആര് എന്ത് പറഞ്ഞാലും അവർ വിശ്വസിക്കും. ഏറ്റവും വലിയ കൗതുകം, അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട പോലീസില്ലേ, പോലീസ് പോലും അവിടെ പ്രേതമുണ്ടെന്നും അവിടെ നടക്കുന്ന മരത്തിനൊക്കെ പിന്നില് ആ ആത്മാവാണെന്നാണ് വിശ്വസിക്കുന്നത്. ഡിറ്റക്റ്റീവ് പ്രകാശനാണെങ്കിൽ കേസ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണ്. അങ്ങനെ ആ ഒരു കേസ് അങ്ങനെ എടുക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനില് നമ്മുടെ ഹീറോയും ഫ്രണ്ട് ബബിളും കൂടി കഴിഞ്ഞ ദിവസം ഹീറോയിൻ അനു പറഞ്ഞ ആ ഒരു കോഫി ഷോപ്പിലേക്ക് അവളെ മീറ്റ് വന്നിരിക്കുകയാണ്. എന്നാൽ അവളോട് വന്നിട്ടില്ല.
അപ്പോഴാണ് ഒരു വെയിറ്റർ ഒരു ലെറ്റർ കൊണ്ടുവന്നിട്ട് ഹീറോയ്ക്ക് കൊടുക്കുന്നത്. അതിൽ അവൾ എന്ത് എഴുതിയെന്ന് വെച്ചാൽ, എന്നെ കുറിച്ച് എല്ലാ കാര്യങ്ങളും കണ്ടെത്താൻ നിങ്ങൾക്ക് പറ്റിയില്ല ഡിറ്റക്റ്റീവ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഞാൻ എവിടെയുള്ള ആ ഒരു സ്ഥലം കണ്ടുപിടിച്ച് നേരിട്ട് എന്നെ മീറ്റ് ചെയ്യാവാ. അപ്പോ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ നേരിട്ട് പറഞ്ഞേക്കാം. നമ്മുടെ ഹീറോ ഓൾറെഡി ഒരു ഡിറ്റക്റ്റീവ് അല്ലേ. അനുവിന്റെ ഈ ഒരു ഗെയിം ഹീറോയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാണ്. ഇനിയിപ്പോ അനുവിന്റെ ഡീറ്റെയിൽസ് കിട്ടാൻ ചാൻസ് എവിടെയാ കൂടുതൽ? ലാസ്റ്റ് അവളെ മീറ്റ് ചെയ്ത് ബാങ്കിൽ വെച്ചിട്ടല്ലേ. അങ്ങനെ ബാങ്കിൽ ഇപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ അവര് കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് പുറത്ത് പറയില്ല. അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് ഫെയിൽ. അങ്ങനെ ഹീറോയും ഫ്രണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് അവിചാരിതമായിട്ട് ഫ്രണ്ട് പറയുന്നത്, അവളെ ആ ബസ്സിൽ വെച്ച് കണ്ടിട്ടില്ലെങ്കിൽ ഇതിനൊന്നും ആവശ്യം ഉണ്ടായിട്ടില്ല. അപ്പോഴാണ് ഹീറോ ഒരു കാര്യം ഓർക്കുന്നത്. ആ ബസ്സിൽ വെച്ചിട്ട് അനു കണ്ടക്ടറോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കണ്ടക്ടറിൽ നിന്ന് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. അതായത് അനു അവളുടെ സ്വന്തം നാട്ടിലേക്ക് പോയതാണ്. ഇനിയിപ്പോ എന്ത് നോക്കാനാ. അങ്ങനെ ഫ്രണ്ടിനെ കൂട്ടിയിട്ട് അവളുടെ നാട്ടിലെ ബസ് പിടിച്ചിട്ട് നാട്ടിലേക്ക് പോവാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ അനുവും അവരുടെ കൂടെ ട്രാവൽ ചെയ്യുന്ന പോലെ നമ്മുടെ ഹീറോയ്ക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ അവസാനം അവളുടെ നാടെത്തിയിട്ടുണ്ട്. എന്നാൽ ടൈം വല്ലാതെ ഇരുടായിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നടന്നപ്പോഴാണ് ഒരു ചെറിയ കട കാണുന്നത്. ആ ഓണറോട് നമ്മുടെ ഹീറോന്റെ ഗ്രാമത്തിലേക്ക് പോകാനുള്ള വഴി ചോദിക്കുമ്പോൾ അങ്ങേര് പറയുന്നത്, നിങ്ങൾ പറഞ്ഞ ഗ്രാമത്തിലേക്ക് പോകാനുള്ള വഴിയൊക്കെ ഉണ്ട്, പക്ഷേ രാത്രി സമയത്ത് ആരും ആ വഴി ട്രാവൽ ചെയ്യാറില്ല. കുറച്ച് ചുറ്റി വളഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകാറുള്ളൂ. എന്നാൽ ഈ ഒരു ടൈമിൽ ഇപ്പൊ അങ്ങനെ പോകാനും വണ്ടി കിട്ടാൻ ചാൻസ് ഇല്ല. അതായത് അനുവിനെ തേടിയിട്ട് ഹീറോയും ഫ്രണ്ടും വന്നിട്ടുള്ളത് ഏത് ഗ്രാമത്തിലേക്കെന്ന് മനസ്സിലായില്ലേ? കഥയുടെ ആരംഭത്തിൽ മരം നടന്ന അർദ്ധരാത്രി ഒരു പ്രേത സാന്നിധ്യം ഉണ്ടെന്ന് പറയുന്ന അതേ ഗ്രാമത്തിലേക്ക് തന്നെ. എന്നാൽ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ അങ്ങനെ പ്രേതമൊന്നും പേടില്ല. തന്റെ ഫ്രണ്ടിനെ കൂട്ടിയിട്ട് എന്തിനാ ഇപ്പോ വണ്ടി കാത്തു നിൽക്കുന്നത്? അതുപോലെ ചുറ്റി വളഞ്ഞൊന്നും പോണ്ട, ആ ഒരു പെട്ടെന്ന് എത്തുന്ന വഴിയില്ലേ അതിലെ തന്നെ പോയി കളയാം. അങ്ങനെ ഹീറോയും ഫ്രണ്ടും കൂടി സംസാരിച്ചുകൊണ്ട് ആ വഴിയിലൂടെ പതി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോ ഹീറോയുടെ ഫ്രണ്ടിന് എന്തോ ഒരു അമാനുഷിക ശബ്ദമൊക്കെ ചുറ്റിലൊന്നും കേൾക്കുന്നുണ്ട്. അപ്പോഴാണ് ആ ഒരു ആത്മാവിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് പറയുന്ന ആ ഒരു അബാൻഡൻ ഹോസ്പിറ്റലിലെ അത് നമ്മുടെ ഹീറോ കാണുന്നത്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു കോൺസ്റ്റബിൾ വന്ന് പറയുന്നത്, കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടിന്റെയും ശവം ഇവിടെ കണ്ടേനെ. അങ്ങനെ അവർ രണ്ടുപേരും ജീപ്പിൽ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ഈ ഒരു കോൺസ്റ്റബിൾ ആരാന്ന് വെച്ചാല് നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട് ബബ്ലു ഇല്ലേ, ബബ്ലുവിന്റെ ഒരു അമ്മാവൻ തന്നെയാണ്. അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും ആ ഗ്രാമത്തിലൊരു വീട് റെഡിയാക്കി കൊടുക്കാണ്. അങ്ങനെ ഹീറോയും ഫ്രണ്ടും ഫ്രഷ് ആയിട്ട് അവരെന്തിന് നാട്ടിലേക്ക് വന്ന് അനുവിനെ തേടിയിട്ടല്ലേ. അങ്ങനെ ആ ഗ്രാമത്തിൽ കാണുന്ന ഓരോരുത്തരോടും അനുവിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത്, നിങ്ങൾ പറയുന്ന അനു എന്ന പെൺകുട്ടി മരണപ്പെട്ടിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അവർക്ക് സംശയം തോന്നുകയാണ്. അങ്ങനെ വീണ്ടും പലരോടും ചോദിച്ചു നോക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് ഒരേ മറുപടി തന്നെയാണ്, അവള് മരണപ്പെട്ടിട്ട് വർഷങ്ങളായെന്ന്. അപ്പൊ ഹീറോയോട് ബബ്ലു ചോദിക്കുന്നുണ്ട്, അല്ലടാ അപ്പോ നമ്മൾ രണ്ടുപേരും കണ്ടത് നീ പ്രണയിച്ചിട്ടുണ്ടായിരുന്നത്, അപ്പോ അവള് പ്രേതായിരുന്നോ? അപ്പോഴാണ് ബബ്ലുവിന്റെ മാമനില്ലേ കോൺസ്റ്റബിള് അങ്ങോട്ട് വന്നിട്ട് അവരെ രണ്ടുപേരെയും ആ ഗ്രാമത്തിലെ എസ് ഐയെ പരിചയപ്പെടുത്താനായിട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അങ്ങനെ എസ് ഐയോട് ബബ്ലു തന്റെ മരുമകനാണെന്നും ഇവനും ഫ്രണ്ടും കൂടി ഈ നാട്ടിൽ ചെറിയെന്തോ അന്വേഷണത്തിൽ വന്നതാണ്. അതായത് ഫ്രണ്ടു ഒരു ഡിറ്റക്റ്റീവാണ്. അങ്ങനെ ഹീറോയും ഫ്രണ്ടിനെ പരിചയപ്പെടുത്തുമ്പോൾ ഇൻസ്പെക്ടർ തന്റെ മകളോട് കോഫി എടുത്തിട്ട് വരാൻ പറയുന്നുണ്ട്. അപ്പോ കോഫി എടുത്തിട്ട് വരുന്നത് അത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയിൻ അനു തന്നെയാണ്. അതായത് ഇൻസ്പെക്ടറിന്റെ മകളാണ് അനു. അവളാണെങ്കിൽ വെറുതെ ഒരു ചലഞ്ച് വെച്ചപ്പോഴത്തേക്കും ഇവനാണെങ്കിൽ നാട് കണ്ടുപിടിച്ചിട്ട് വീട്ടിലേക്ക് എത്തിയല്ലോ. അത് മാത്രല്ല ഹീറോയെ കണ്ടിട്ട് അവള് സർപ്രൈസ് ആയി പോകുന്നുണ്ട്. അങ്ങനെ ഹീറോ ഏറ്റെടുത്ത ആ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ആവും ചെയ്യാണ്. അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ അരുൺ വരുന്നത്. അതായത് ഡിറ്റക്റ്റീവ് പ്രകാശിനെ കൂട്ടിയിട്ട് ആ ഗ്രാമത്തിലെ രഹസ്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോ ഫേമസ് ഡിറ്റക്റ്റീവ് പ്രകാശിനെ കാണുന്നത്. അങ്ങനോട് പറയുന്നുണ്ട്, ഞാന് സാറ് സോൾവ് ചെയ്തിട്ടില്ല കുറേയധികം കേസുകൾ പഠിച്ചിട്ടുണ്ട്, അതുപോലെ സാറിന് കുറേയധികം ബുക്കുകൾ വായിച്ചിട്ടുണ്ട്. എന്റെ റോൾ മോഡൽ അത് സാറാണ്. സാറിനെ പോലൊരു ഡിറ്റക്റ്റീവ് ആവാനാണ് ഞാനും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അടുത്ത സീനില് നമ്മുടെ അരുണും പ്രകാശും കൂടി ഇൻസ്പെക്ടറിന്റെ കൂടെ നേരെ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു നാട്ടിൽ നടന്നിട്ടുള്ള മരണത്തെക്കുറിച്ചും അതുപോലെ ആ ഒരു ഹോസ്പിറ്റലിലെ ആത്മാവിന്റെ സാന്നിധ്യത്തിലെ ആ ഒരു കേസിന്റെയൊക്കെ ഫയല് നമ്മുടെ ഡിറ്റക്റ്റീവ് പ്രകാശ് വാങ്ങി ചെക്ക് ചെയ്യുമ്പോൾ ഇൻസ്പെക്ടറിന് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങേര് പറയുന്നത്, ഗ്രാമത്തിലെ പല ആളുകളും തീ കൊണ്ട് ചൊറിഞ്ഞ് അപകടം വാങ്ങി വെച്ചാ, വെറുതെ ഒരു കേസെടുത്ത് തലയിൽ വെച്ച് പണി വാങ്ങണ്ട, നിങ്ങൾ കളിക്കാൻ പോകുന്നത് ആത്മാവിനോടാ. അപ്പൊ അങ്ങേര് പറയുന്നുണ്ട്, ഈ കാലത്ത് മനുഷ്യരെ പേടിച്ചാൽ മതി, ആത്മാവിനൊന്നും പേടിക്കണ്ട. അപ്പോ വരുന്നത് വെച്ച് കാണാം. എന്തായാലും ഈ ഒരു കേസ് ഞാൻ ഏറ്റെടുക്കാണ്. അങ്ങനെ ഡിറ്റക്റ്റീവ് പ്രകാശ് അവിടുന്ന് തിരിച്ചു പോകുന്നുണ്ട്. അടുത്ത സീനില് നമ്മുടെ പൊദ്ദയിലെ അങ്ങേരെ മീറ്റ് ചെയ്യാനായിട്ട് ഒരു അസിസ്റ്റന്റ് എന്ന് പറയുന്നുണ്ട്. സാറേ, ആ ഒരു ഹോസ്പിറ്റലിലെ കേസിലെ അത് പുതിയൊരു ഡിറ്റക്റ്റീവ് ഏറ്റെടുത്തെന്ന് അറിഞ്ഞിട്ടുള്ളത്. അയാളുടെ പേര് പ്രകാശ് എന്നാ. അങ്ങേരെ കൊണ്ടുവന്നത് ആക്ടിവിസ്റ്റ് അരുണില്ലേ, അയാളാണ്. അത് കേട്ടപ്പോ പൊതയ്ക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. ഇലക്ഷന് ടൈമായി പോയി, ഇല്ലെങ്കിൽ ഇറങ്ങി ഞാൻ തന്നെ അതും ചെയ്തേനെ. അടുത്ത സീനില് ആ ഒരു ഗ്രാമത്തില് ഒരു
പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ കൂടിയിട്ടുള്ള ജനങ്ങളോട് നമ്മുടെ അരുണില്ലേ അങ്ങനെ പല സംശയങ്ങളും ചോദിക്കുകയാണ്. അതുപോലെ ആ ഗ്രാമത്തിലെ പ്രോഗ്രാമിന്റെ ഫോട്ടോസും വിഷ്വൽസ് ഒക്കെ നമ്മുടെ ഡിറ്റക്റ്റീവ് ഫോണിൽ ക്യാപ്ചർ ചെയ്തെടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോഗ്രാം കാണാൻ നമ്മുടെ ഹീറോയും ഫ്രണ്ടിന്റെ മാമനൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു തിരിച്ചു പോകുമ്പോൾ അതേ പ്രോഗ്രാം കാണാൻ ഹീറോന് വന്നിട്ടുണ്ട്. അപ്പോൾ അവളോട് ഹീറോ ചോദിക്കുന്നുണ്ട്, അല്ല ഞാൻ നിന്നെ കാണാൻ ഗ്രാമത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യുന്നു? അതിന് നീ എന്തായാലും ഗ്രാമത്തിലേക്ക് വരുന്നേ എനിക്ക് ഉറപ്പല്ലേ? അല്ലെങ്കിൽ വരുന്നത് വരെ ഞാൻ കാത്തിരിക്കുമായിരുന്നു. കാരണം വെയിറ്റ് ചെയ്യുന്നതിൽ അതിലൊരു രസമുണ്ട്. അങ്ങനെ ആ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ആവാണ്. അപ്പോഴാണ് ഹീറോ ഒരു മുത്തച്ഛനെ അറിയാതെ തട്ടിപ്പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പ്രോഗ്രാമിൽ ആക്ട് ചെയ്യാൻ പോകുന്ന ഒരു പെൺകുട്ടിക്ക് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഹീറോ സോറി ചോദിച്ചിട്ടും അങ്ങനെ നിർത്താതെ വീണ്ടും ഹീറോയെ ശകാരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെ അന്നത്തെ ആ ഒരു പ്രോഗ്രാമിലും കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമ്മുടെ ഹീറോയിലെ ഡിറ്റക്റ്റീവ് പ്രകാശിനെ മീറ്റ് ചെയ്യാൻ വരികയാണ്. അപ്പൊ അങ്ങനെ ചോദിക്കുന്നുണ്ട്, ഞാൻ ഈ നാട്ടിലേക്ക് വന്നത് ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് അരുണില്ലേ അങ്ങനെയുടെ ഒരു ആവശ്യത്തിന്. എന്നാൽ അവനെ രാവിലെ മുതൽ വിളിക്കുന്നുണ്ട്, പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അരുൺ ഈ നാട്ടിലെ ആരെങ്കിലും മീറ്റ് ചെയ്യാൻ പോകുന്ന കാര്യം എന്തെങ്കിലും നിനക്കറിയോ? എന്നാൽ ഹീറോ പറയുന്നത്, സാറ് നാട്ടിലേക്ക് വന്നില്ലേ അതേ ദിവസം തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത്, അതുകൊണ്ട് ഈ ഗ്രാമത്തിലധികം ആരും എനിക്കറിയില്ല. അപ്പോൾ ഡിറ്റക്റ്റീവ് ചോദിക്കുന്നുണ്ട്, നീ വന്നത് വെറുതെ അല്ലേ? ആ ഒരു ഇൻസ്പെക്ടറിന്റെ മകളെ തേടിയിട്ടല്ലേ? 2-3 സീരിയൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഡിറ്റക്റ്റീവിന് ഒരു ഫോൺ വരുന്നത്. അങ്ങനെ ഇടിപിടിയെന്ന് അവിടുന്ന് ഓടിപ്പോയി നോക്കുമ്പോൾ ആ ഒരു ഡിറ്റക്റ്റീവ് അരുണില്ലേ അങ്ങനെ കഴിഞ്ഞ രാത്രി ആരോ മൃഗീയമായിട്ട് കൊലപ്പെടുത്തിയിട്ടുണ്ട്. അരുണിന്റെയും ശരീരത്തിലെ എല്ലാ എല്ലുകളും നുറുങ്ങിപ്പോയിട്ടുണ്ട്. അത് മാത്രല്ല അരുണ് മരണപ്പെട്ട് കിടക്കുന്നത് ആ ഒരു ഹോസ്പിറ്റലിലെ അതിന്റെ അരികിൽ തന്നെയാണ്. ആ ഒരു ക്രൈം സീനിന്റെ ഫോട്ടോ നമ്മുടെ ഡിറ്റക്റ്റീവ് എടുത്തു വെക്കുന്നുണ്ട്. അല്ല രാത്രി സമയത്ത് അരുണ് എന്തിനിങ്ങോട്ട് വന്നിട്ടുണ്ടാവുക? അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഇൻസ്പെക്ടർ വരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ഈ ഒരു നാട്ടില് പല അമാനുഷ്യമുണ്ട്, അതിന്റെ പിന്നാലെ പോണ്ടാന്ന്. അടുത്തത് ചിലപ്പോ ഡിറ്റക്റ്റീവ് താനായിരിക്കും. ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു പോയിക്കോ. എന്നാൽ ഡിറ്റക്റ്റീവ് ആണെങ്കിൽ ഈ കേസ് ഞാൻ തൊട്ടുപോയില്ലേ, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണുക തന്നെ. അടുത്ത സീനില് നമ്മുടെ ഹീറോയും ഫ്രണ്ടും മാമനും കൂടി ഇരുന്നിട്ട് രാത്രി വെള്ളമടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനിടയിലെ ഫ്രണ്ടിലെ അവിടെയായിട്ട് ആരുടെയോ പ്രസൻസ് കണ്ടിട്ട് പേടിച്ച് പറയുന്നുണ്ട്, കുറച്ച് ദിവസമായിട്ട് മനുഷ്യന് ഉറക്കില്ല, എന്തൊക്കെയോ രൂപത്തിന് ഞാൻ കാണുന്നുണ്ടടാ. അപ്പൊ ഹീറോ ചില ചാത്തൻ സാധനങ്ങൾ അടിച്ചാല് അങ്ങനെ പലതും കാണും. അപ്പോഴാണ് ആ വീടിന്റെ ജനലില്ലേ അത് ശക്തമായിട്ട് ആരോ അടച്ചു തുറക്കുന്ന പോലെ അവർ കാണുന്നത്. അത് കണ്ടപ്പോ ചെറുതായിട്ട് 3 ആളുടെ ഉള്ളിലും നല്ല പേടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ആ വീടിന്റെ വാതിലില്ലേ അതാരോ നിർത്താതെ തട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അവര് എങ്ങനെയൊക്കെയോ ധൈര്യം സംഭരിച്ചിട്ട് ആ വാതിൽ തുറന്നു നോക്കുമ്പോൾ പുറത്തൊരു പെൺകുട്ടി നിൽക്കുന്നുണ്ട്. നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയിൻ അനുവാണ്. അതായത് അവളുടെ അച്ഛൻ നമ്മുടെ SI ഇല്ലേ അങ്ങേർക്ക് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്നതാണ്. അങ്ങനെ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് SIയെ കൊണ്ടാന് ജീപ്പിൽ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ദൂരത്തിയപ്പോ 2 വഴികളുണ്ട്. ഒന്ന് നേരെയുള്ള വഴി, അതായത് 3 കിലോമീറ്റർ മാത്രമുള്ള വഴി. അതേ വഴിയിലാണ് ആ ഒരു പ്രേതബാധ എന്ന് പറയുന്ന ഹോസ്പിറ്റലുള്ളത്. ഇനിയിപ്പോ എന്ത് വന്നാലും നേരിടേനെ. അങ്ങനെ ഹീറോ ജീപ്പ് വേഗത്തിൽ ഓടിച്ചിട്ട് നമ്മുടെ SIയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാണ്. കറക്റ്റ് ടൈമിന് ഹോസ്പിറ്റലിൽ എത്താൻ പറ്റിയതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിന്റെ അച്ഛന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട്. എന്നാൽ അവര് ഭയന്ന പോലെ അവരുടെ ജീവന് ആപത്തൊന്നും സംഭവിച്ചിട്ടുമില്ല. അനുവിന്റെ അച്ഛന്റെ ജീവൻ തന്നെ നമ്മുടെ ഹീറോയിലെ രക്ഷപ്പെടുത്തിയ. അങ്ങനെ അവളും അവളുടെ പ്രണയം വെളിപ്പെടുത്താണ്. അങ്ങനെ 2 പേരും ഹാപ്പി ആയിട്ട് അവരുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അനുവിന്റെ അച്ഛനെ ഹീറോയാണ് ഹോസ്പിറ്റലിൽ നിന്നിട്ട് കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ ഒരു ഹോസ്പിറ്റലിൽ ആരതെന്ന് വെച്ചാല് നമ്മുടെ പെദ്ദയുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. അങ്ങോട്ട് വന്ന ഡിറ്റക്റ്റീവിനോട് ഹീറോ പറയുന്നുണ്ട്, അരുണിന്റെ മരണം അതൊരു ഭയങ്കര മിസ്റ്ററി തന്നെയല്ലേ? അപ്പൊ ഡിറ്റക്റ്റീവ്, അല്ല അരുണ് എങ്ങനെയാ മരണപ്പെട്ടെ? അതും സാധാരണ മരണം നടക്കുന്ന അതേ സ്ഥലത്ത് അതേ സമയത്ത് അതേ ആത്മാവ് കാരണം. അപ്പൊ ഹീറോ, അല്ല സാറ് പറയുന്നത് അവിടെ ആത്മാവുണ്ടെന്നാ? എന്താ ആത്മാവിടാ? ഒരാത്മാവും ഇല്ല. നിന്റെ അമ്മായിയപ്പൻ SI അല്ലേ, അങ്ങേര് എഴുന്നേൽക്കുന്നതിന് മുൻപ് ആ ഒരു ആത്മാവിന്റെ പിന്നിലെ രഹസ്യം അത് ഞാൻ കണ്ടെത്തിക്കോളാം. അങ്ങനെ നമ്മുടെ ഡിറ്റക്റ്റീവ് ഇല്ലേ അവിടുന്ന് നേരെ പോകുന്നത് ആ ഹോസ്പിറ്റലിലെ ഓണർ ആയിട്ടുള്ള നമ്മുടെ പെദ്ദയെ മീറ്റ് ചെയ്യാനാണ്. അതായത് ഡിറ്റക്റ്റീവിന് ഒരു കാര്യം ഉറപ്പാണ്, അരുണിന്റെ മരണമായിട്ട് പെദ്ദയ്ക്ക് എന്തായാലും ബന്ധമുണ്ട്. കാരണം അരുണിന്റെ സ്വഭാവം എന്താ, എന്തെങ്കിലും സംഭവം കണ്ടു കഴിഞ്ഞ് അത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് റിയാക്ട് ചെയ്യില്ലേ. പെദ്ദയുടെ ഹോസ്പിറ്റലിന്റെ പേരിൽ കുറെ കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. അങ്ങേര് പൈസ കൊടുത്തിട്ട് അതുപോലെ ആൾബലം കാണിച്ചിട്ട് അതൊക്കെ ഒതുക്കും ചെയ്തിട്ടുണ്ട്. ഡിറ്റക്റ്റീവ് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെയോട് ചോദിക്കുന്നുണ്ട്, സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിരുന്ന അരുണിന്റെ മരണമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? അവന്റെ മരണമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. നമ്മൾ തമ്മിൽ ചെറിയ ചെറിയ സൗന്ദര്യ പണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട്. എന്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെടാത്തത് ഞാൻ ഡയറക്റ്റ് മുഖത്തടിച്ച പോലെ പറയും. അതുപോലെ അങ്ങനെ സംസാരിക്കാറുണ്ട്. അപ്പൊ ഡിറ്റക്റ്റീവ്, അല്ല അരുണ് മരണപ്പെട്ടുള്ള
കാരണം എന്താണെന്തെങ്കിലും അറിയോ? അപ്പോ പെദ്ദയുടെ അസിസ്റ്റന്റ് ദാസ് പറയുന്നുണ്ട് അതിന്റെ കാരണം എന്താ പറയാനാ, ആ ഒരു പ്രേതം തന്നെ. അപ്പൊ ഡിറ്റക്റ്റീവ് അരുണ് മരണപ്പെടുന്നതിന് കുറച്ച് നാളുകൾക്ക് മുൻപ് അവിടെ വേറൊരു മരണം സംഭവിച്ചില്ലേ? അപ്പോ പെദ്ദ പറയുന്നുണ്ട് എനിക്ക് ശ്രുതി ലയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ ഇഷ്ടമാണ്, അതിന്റെ ക്ലൈമാക്സ് അത് കുറച്ചുകൂടി ഇഷ്ടമാണ്. ചിലപ്പോ ചില ആളുകൾക്ക് അതുപോലെ ക്ലൈമാക്സ് വേണ്ടി വരും. അതായത് നൈസായിട്ട് നമ്മുടെ ഡിറ്റക്റ്റീവിനെ ഒന്ന് പേടിപ്പിച്ച് നോക്കുകയാണ്. അപ്പൊ ഡിറ്റക്റ്റീവ് എന്നാ പിന്നെ കൂടുതലൊന്നും പറയാനില്ല, ഞാൻ പോട്ടെ. അപ്പൊ പെദ്ദ അങ്ങനെ പോയാൽ എങ്ങനെയാ ദാസേ, നീ ഒരു കാര്യം ചെയ്, സാറിന് ശരിക്കുള്ള വഴി കാണിച്ചു കൊടുക്കുക. അങ്ങനെ ഡിറ്റക്റ്റീവ് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ ദാസില്ലേ അങ്ങനെയുടെ പിന്നാലെ ബൈക്കിൽ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ആ ഒരു കാഴ്ച ഹീറോയെ കണ്ടിട്ട് ഡിറ്റക്റ്റീവിന്റെ ജീവന് ആപത്താണെന്ന് മനസ്സിലായിട്ട് അവരുടെ പിന്നാലെ വരുന്നുണ്ട്. അങ്ങനെ അവര് 3 പേരും ആ ഒരു കാട്ടിന്റെ ഉള്ളിൽ കൂടെ കുറച്ചധികം ദൂരെ എത്തിയപ്പോ പെട്ടെന്ന് ഹീറോ നോക്കുമ്പോൾ മുമ്പിൽ അവർ രണ്ടുപേരും കാണാനില്ല. അങ്ങനെ ഹീറോ ബൈക്ക് തിരിച്ച് പോകാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ആരോ അലറുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. തന്റെ ബൈക്കോട് ഇട്ടിട്ട് ആ ശബ്ദം കേട്ട ഭാഗത്ത് ഓടി വന്ന് നോക്കുമ്പോൾ ആ ഒരു സ്ഥലം ഏതാന്ന് വെച്ചാല് ആ ഒരു അബാൻഡൻ ഹോസ്പിറ്റലില്ലേ, അതേ ഹോസ്പിറ്റലാണ്. അതിന്റെ മുൻപിലായിട്ട് നമ്മുടെ പ്രകാശ് മയങ്ങി കിടക്കുന്നുണ്ട്. ഹീറോ എഴുന്നേൽപ്പിക്കാൻ നോക്കുമ്പോഴാണ് ഹീറോയ്ക്ക് മനസ്സിലാവുന്നത് അങ്ങേര് ഓൾറെഡി മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഹീറോയുടെ സംശയം എന്താണ്, അതായത് ഇങ്ങനെ ഫോളോ ചെയ്തു വന്ന ആ ഒരു ദാസ് ആയിരിക്കാം ഇങ്ങനെ കൊലപ്പെടുത്തിയെന്നല്ലേ. എന്നാൽ അപ്പോഴാണ് അവിടെ ഒരു പെൺകുട്ടിയുടെ കൊലുസിന്റെ ശബ്ദം ഹീറോ കേൾക്കുന്നത്. ഉള്ളില് ചെറിയ ഭയത്തോടെ അല്ല എന്തായിരിക്കും അതെന്ന് നോക്കുമ്പോഴാണ് പിന്നിലൂടെ ഒരു പെൺകുട്ടി ചുവന്ന സാരി ധരിച്ച് കൊലുസ് അണിഞ്ഞിട്ട് നടന്നു പോകുന്നതായിട്ട് ഹീറോയ്ക്ക് ഫീൽ ആവുന്നത്. എന്നാൽ നമ്മുടെ ഹീറോയ്ക്ക് ഒരു കാര്യം ഉറപ്പാവുന്നുണ്ട്, അതായത് ആ ഗ്രാമത്തിൽ നടക്കുന്ന മരണങ്ങളൊക്കെ ആ ഹോസ്പിറ്റലിന്റെ മുൻപിൽ വെച്ച് തന്നെയല്ലേ നടക്കുന്നത്. അതിന്റെ പിന്നില് എന്തോ മർമ്മ രഹസ്യമുണ്ട്, അതെങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്ന് നമ്മുടെ ഹീറോയ്ക്ക് ഒരു വാശി വരികയാണ്. ആ ഒരു ഹോസ്പിറ്റലിന്റെ പിന്നിലെ രഹസ്യങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ ഹീറോയിൻ അനുവിന്റെ അച്ഛനായിട്ടുള്ള ഇൻസ്പെക്ടറോട് കാര്യങ്ങൾ ചോദിച്ചു നോക്കാം. അങ്ങനെ അങ്ങേരോട് ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ ചില ഫ്ലാഷ് ബാക്ക് അങ്ങേര് പറയാണ്. അതായത് ഇതേ ഗ്രാമത്തിൽ തന്നെയാണ് ആ ഒരു മരണപ്പെട്ട അനുവും അവളുടെ അച്ഛനും താമസിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് നമ്മുടെ അനു ഡോക്ടറായി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അനുവിന്റെ അച്ഛന്റെ ആഗ്രഹം എന്താന്ന് വെച്ചാൽ അവരുടെ ഇതേ ഗ്രാമത്തിൽ ഒരു ഹോസ്പിറ്റൽ പണിയണമെന്നും ഗ്രാമത്തിലെ ജനങ്ങൾക്ക് അഫോർഡായിട്ടുള്ള റേറ്റിൽ ചികിത്സ നൽകിയിട്ട് ഗ്രാമത്തിന് വേണ്ടി ഒരു സഹായം ചെയ്യണമെന്നാണ്. അപ്പോൾ അനു ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛാ, അച്ഛൻ ഈ ഗ്രാമം അത്രയ്ക്ക് ഇഷ്ടം? അതിപ്പോ ഇഷ്ടമെന്ന് പറയാൻ പറ്റില്ല, ഈ ഗ്രാമത്തിലല്ലേ ഞാൻ ജനിച്ചു വളർന്നത്, അതെന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. തന്റെ അച്ഛന്റെ ആഗ്രഹത്തിന് അവളും സപ്പോർട്ട് ചെയ്യാന്ന് അച്ഛന് സമ്മതം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഗ്രാമത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു പഴയ ബിൽഡിംഗ് റെനോവേറ്റ് ചെയ്തിട്ട് അവര് ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യാണ്. ആ ഒരു ഹോസ്പിറ്റൽ തുടങ്ങാനായിട്ട് അനുവിന്റെ അച്ഛനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങേരുടെ ഫ്രണ്ട് കൂടിയായിരുന്ന നമ്മുടെ പെദ്ദ റെഡ്ഡിയിലെ അങ്ങേര് തന്നെയായിരുന്നു. അങ്ങനെ അവർ ആഗ്രഹിച്ച പോലെ തന്നെ ആ ഒരു ഹോസ്പിറ്റൽ ഓപ്പൺ ചെയ്യാൻ പറ്റാണ്. പാവപ്പെട്ട ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ മെഡിസിനും സർവീസും കൊടുക്കുന്നുണ്ട്. ഹോസ്പിറ്റലിലെ എല്ലാ കാര്യവും നമ്മുടെ അനുവും അച്ഛനും തന്നെയാണ് നേരിട്ട് നോക്കി നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ അങ്ങനെ സമാധാനത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ദിവസം ആ ഒരു ഹോസ്പിറ്റലിന് തീ പിടിക്കുന്നത്. എന്നാൽ ആ ഒരു സമയത്ത് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന രോഗികളടക്കം എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ 2 ആളുകൾ ആ ഒരു ആപത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് അനുവും അനുവിന്റെ അച്ഛനുമായിരുന്നു. എന്നാൽ അതിനുശേഷം ഒഴിവാക്കപ്പെട്ട ആ ഒരു ഹോസ്പിറ്റലിന്റെ ഭാഗത്തുകൂടി ആരെങ്കിലും രാത്രി സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവര് ജീവനോടെ തിരിച്ചു വരാറില്ല. ആദ്യം ഗ്രാമത്തിലെ ആളുകൾ കരുതിയിരുന്നത് വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണെന്നാണ്. എന്നാൽ കുറച്ച് നാളിന് ശേഷമാണ് പല ആളുകളും ആ ഒരു ഹോസ്പിറ്റലിന് മുൻപിൽ വെച്ച് മരണപ്പെടാൻ തുടങ്ങിയപ്പോൾ അതിന്റെ പിന്നിൽ സത്യം ഉണ്ടെന്ന് ഉറപ്പാവുന്നത്. നമ്മുടെ ഇൻസ്പെക്ടർ പറഞ്ഞത് കേട്ടപ്പോൾ ഹീറോയ്ക്ക് ചെറിയൊരു സംശയം, അല്ല ഇനിയിപ്പോ സത്യത്തില് ആത്മാവ് ഉണ്ടാവുമായിരിക്കോ? അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഒരു സ്വാമിയെ കാണാന് നമ്മുടെ ഹീറോ പോവാണ്. അങ്ങേരോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ ഒരു ലോകത്ത് നല്ല ശക്തികളുള്ള പോലെ തന്നെ ചീത്ത ശക്തികളും തിന്മയുടെ ശക്തികളുണ്ടാവും. പിന്നെ ആത്മാക്കൾക്ക് ഒരു രൂപം ഉണ്ടാവില്ല. നീ അത് ഏത് രൂപത്തിലാണോ കരുതുന്നത് ആ രൂപത്തിലായിരിക്കും നിന്റെ കൺമുമ്പിൽ നീ കാണാൻ പോകുന്നത്. എന്നിട്ട് സ്വാമി പറയുന്നുണ്ട്, ഈ ഗ്രാമത്തിലേക്ക് നീ വന്നതിന്റെ പിന്നിലെ ഒരു നല്ല ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം അതെന്തായാലും നിനക്ക് നടത്തിയെടുക്കാനും പറ്റും. അങ്ങനെ ഹീറോയെ അങ്ങനെ ആശീർവദിക്കുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് നമ്മുടെ ഹീറോ നേരെ പോകുന്നത് സ്റ്റേഷനിലേക്കാണ്. എന്നിട്ട് ആ ഒരു ഹോസ്പിറ്റലിന്റെ റെക്കോർഡ് മുഴുവനായിട്ട് ഒന്ന് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അതായത് എന്ത് കാരണം കൊണ്ടാണ് ആ ഒരു ഹോസ്പിറ്റലിനെ തീ പിടിച്ചിട്ടുണ്ടായിരുന്നത്, അവിടെ അങ്ങനെ ഒരു അപകടം സംഭവിച്ചത്, ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ. അതായത് ഹീറോയ്ക്ക് എന്തെങ്കിലും ഒരു ലീഡ് അതിൽ നിന്ന് കിട്ടിയാലോ. ഈ അടുത്ത് ആ ഒരു ഭാഗത്ത് ആരൊക്കെയാണ് മരണപ്പെട്ടതെന്ന് ചെക്ക് ചെയ്യുമ്പോൾ ആദ്യം മരണപ്പെട്ടത് കഥയുടെ ആരംഭത്തിൽ ആ ഒരു കാറിൽ വന്നിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു വ്യക്തിയാണ്. എന്നാൽ അയാൾ ആരാണെന്നോ അയാളുടെ ഡീറ്റെയിൽസോ ഒന്നും തന്നെ കാണാനില്ല. രണ്ടാമത് കൊല്ലപ്പെട്ടത് നമ്മുടെ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള അരുണ്. മൂന്നാമതായിട്ട് കൊല്ലപ്പെട്ടത് നമ്മുടെ ഡിറ്റക്റ്റീവ് ആയിരുന്ന പ്രകാശ്. ആദ്യത്തെ ആളുടെ ഡീറ്റെയിൽസ് ഇവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാകാത്തതുകൊണ്ട് രണ്ടാമത് മരണപ്പെട്ട അരുണിനെ ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യുമ്പോൾ അങ്ങേർക്ക് ഫാമിലി ആയിട്ട് ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവന്റെ പേരാണ് സാഗർ. അരുണ് മരണപ്പെടുന്നതിന് മുൻപ് അവന്റെ ആക്ടിവിറ്റീസ് അവൻ എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അവനെ ഭയപ്പെടുത്തിയിരുന്ന
അതായത് നമ്മുടെ ഹീറോയ്ക്കോ ടീമിനോ അറിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് സാഗറിനോട് അന്വേഷിക്കുമ്പോൾ അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അരുണ് മരണപ്പെട്ടതിൽ സാഗർ വല്ലാതെ മാനസികരെ തകർന്നിട്ടുണ്ട്. അങ്ങനെ അങ്ങേരെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് അരുണിനോട് വൈരാഗ്യമുള്ള ആരെങ്കിലും എതിരാളികൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അപ്പോൾ സാഗർ പറയുന്നത് അങ്ങനെ എതിരാളികൾ എന്ന് പറയാനില്ല, എന്നാല് പൊളിറ്റീഷ്യൻ ആയിട്ടുള്ള പെദ്ദയില്ലേ, അങ്ങേരും അരുണും തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് പെദ്ദ ആ ഒരു ഹോസ്പിറ്റലിൽ നടത്തുന്ന പല കാര്യങ്ങളും അതുപോലെ MLA വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അരുണായിരുന്നു ജനങ്ങളുടെ മുമ്പിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോ അരുണിനെ പെദ്ദയാണോ എന്തെങ്കിലും ചെയ്തേ എന്നും എനിക്ക് സംശയമുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ തന്റെ ഫ്രണ്ട് ബബുൽ വിളിച്ച് പറയുന്നുണ്ട്, അരുണിന്റെ ഫ്രണ്ട് സാഗറില്ലേ, അവനെ ഞാൻ ചോദ്യം ചെയ്തപ്പോ എനിക്കൊരു സംശയം, അതായത് ആ ഒരു പെദ്ദയുടെ മേലെ. അപ്പോ അടുത്തതായിട്ട് പെദ്ദയോട് ചില ചോദ്യങ്ങൾ ചോദിക്കാണ്ട്, അപ്പോ അതും കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നേക്കാം. അങ്ങനെ ഹീറോ നേരെ പോകുന്നത് പെദ്ദയെ മീറ്റിനാണ്. എന്നിട്ട് അങ്ങനോട് ചോദിക്കുന്നുണ്ട്, അല്ല സാറേ, നിങ്ങളുടെ ഫ്രണ്ട് ആയിരുന്നില്ലേ ഇതേ നാട്ടില് ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്ന അനുവിന്റെ അച്ഛൻ? അപ്പോൾ ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ അവർക്ക് ഈ നാട്ടില് ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്യാൻ നിങ്ങളായിരുന്നു ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായെന്ന് മനസ്സിലായിട്ടുണ്ട്. ശരിക്കും ആ ഒരു ഹോസ്പിറ്റലിലെ അതുപോലെ അനുവിനും അച്ഛനും എന്താ സംഭവിച്ചേ? അപ്പൊ അങ്ങേര് പറയുന്നുണ്ട്, എന്ത് സംഭവിച്ചെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കും എല്ലാ ആളുകൾക്കും അറിയുന്നതല്ലേ. അനുവും അനുവിന്റെ അച്ഛനും കൂടി ജനങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ഹോസ്പിറ്റൽ തുടങ്ങി. അങ്ങനെ നല്ല രീതിയിൽ തന്നെ ജനങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ പഴയ ബിൽഡിംഗ് അവർ റെനോവേറ്റ് ചെയ്തതായിരുന്നില്ലേ, ആ ബിൽഡിങ്ങിൽ ഫയർ ആക്സിഡന്റ് സംഭവിച്ചിട്ട് അവർ മരണപ്പെട്ടു പോയതാണ്. അതിനുശേഷം ആ ഒരു ഹോസ്പിറ്റല് അത് അബാൻഡഡ് ആയിട്ട് ഒഴിവാക്കിയതാണ്. പിന്നീട് ആ ഒരു ഹോസ്പിറ്റലിന്റെ ഭാഗത്തേക്ക് പോകുന്ന ജനങ്ങളെ അനുവിന്റെ ആത്മാവ് കൊലപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ പല കഥകളും നാട്ടിൽ പരക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട്, അല്ല സാറേ, അപ്പോ അരുണിനെ കൊലപ്പെടുത്തിയത് അത് നിങ്ങളല്ലേ? അപ്പോൾ പെദ്ദ പറയുന്നുണ്ട്, അവൻ എന്റെ കാര്യത്തിൽ തലയിട്ടുകൊണ്ട് ചുറിഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ട്. അപ്പോൾ അവനൊന്ന് വാൺ ചെയ്ത കാര്യം ശരിയാ, അല്ലാതെ അവന്റെ കൊലപാതകമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. എനിക്ക് അറിവില്ലാത്ത ഒരു കാര്യത്തില് എന്നെ പിടിച്ചു വലിക്കാൻ നോക്കണ്ട. നീ വന്ന് നാട്ടിലേക്ക് തിരിച്ചു പോന്നിയാ നിനക്ക് നല്ലതെന്ന് നമ്മുടെ ഹീറോയും പെദ്ദ ഭീഷണിപ്പെടുത്താണ്. അങ്ങനെ അന്ന് രാത്രിയിലെ ആ ഒരു അമാനുഷികളുള്ള ഹോസ്പിറ്റലിന്റെ ഭാഗത്തേക്ക് നമ്മുടെ ഹീറോ എന്താ സംഭവിക്കാന്നറിയാൻ വേണ്ടി ഒന്ന് ധൈര്യം സംഭരിച്ച് പോയി നോക്കുമ്പോൾ അവിടെ ഒരു പെൺകുട്ടിയെ കാണാണ്. അവള് ഹീറോയോട് ഇങ്ങോട്ടൊന്ന് ചോദിക്കുന്നുണ്ട്, അല്ല നിനക്കെന്നെ ഓർമ്മയില്ലേ, എത്ര നാളെ കണ്ടിട്ട്, ഇവിടത്തെ ക്ലൈമറ്റ് ഭയങ്കര തണുപ്പാലേ. എന്നാല് ഹീറോയ്ക്ക് അവളെ മനസ്സിലായിട്ടില്ല. എന്നാലും ഹീറോ തന്റെ ജാക്കറ്റ് ഊരിയിട്ട് അവൾക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവര് നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലം കാണിച്ച് അവള് പറയുന്നുണ്ട്, ഈ ഭാഗത്ത് ആക്സിഡന്റ് നടന്നിട്ട് കുറേയധികം ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പെട്ടെന്ന് ഹീറോ തിരിഞ്ഞു നോക്കുമ്പോൾ അവളെ കാണാനില്ല. നോക്കുമ്പോൾ അവള് അവളുടെ വീട്ടിലേക്ക് കയറിയതാണ്. അപ്പൊ ഹീറോയോട് നാളെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൾ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ ഹീറോ തിരിച്ചു വന്ന് നോക്കുമ്പോൾ മഴ വരുന്ന പോലെ ഉണ്ട്. അപ്പോഴാണ് തന്റെ ജാക്കറ്റ് അവൾക്ക് കൊടുത്ത് ഓർക്കുന്നത്. അങ്ങനെ തിരിച്ച് ആ വീട്ടിലേക്ക് വന്നിട്ട് ജെസ്സിയെ വിളിച്ചു നോക്കുമ്പോൾ ആ വീട്ടിലെ ലേഡി ഇറങ്ങി വന്ന് ചോദിക്കുന്നുണ്ട്, നീ ഇത് ആരെക്കുറിച്ചാ പറയുന്നത്? ജെസ്സി അവളെ മരണപ്പെട്ടിട്ട് 5 വർഷം കഴിഞ്ഞിട്ടുണ്ട്.